വിശ്വാസത്തിൻ്റെ നേരെയും വിശ്വാസിക്ക് നേരെയുമുള്ള പോരാട്ട കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ പഴയ നിയമകാലത്ത് 1-2 മക്കബായരുടെ പുസ്തകത്തിൽ മതപീഡനത്തിൻ്റെ സമയത്ത് തങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ, വിശ്വാസം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവം നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് നമ്മെ ഒരിക്കലും പരിത്യജിക്കുകയില്ല. മക്കബായ വിപ്ലവം നടത്തിയ യൂദാസ് മക്കേബൂസ് തൻ്റെ അനുയായികളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ പറയുന്ന ഒരു വചനമുണ്ട്. 2 മക്കബായർ 8-18. അവരാകട്ടെ ആയുധങ്ങളിലും സാഹസ്യ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. എന്നാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലിയ ചലനത്താൽ തരപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അതെ, നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ്. സങ്കീർത്തനം 144:1. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. നമ്മളുടെ യുദ്ധം പ്രാർത്ഥനാ മുറികളിലാണ്. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും, യുദ്ധം ചെയ്യേണ്ടത് കൈകൾ വെച്ചാണ്. ബൈബിൾ എടുത്തുകൊണ്ട്, വചനം ഉറക്കെ വായിച്ചുകൊണ്ട്, വചനമാകുന്ന വാൾ കൊണ്ട് സാത്താന് നേരെ നമ്മൾ യുദ്ധം ചെയ്യണം. പടപൊരുതാൻ എൻ്റെ വിരലുകളെയും ജപമാല മണികൾ നിരന്തരം ചൊല്ലി നമ്മൾ സാത്താൻ്റെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണം. അതുമാത്രമല്ല, ഈ 2 കാര്യങ്ങളുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. വിശുദ്ധ കുർബാനയിൽ നിന്നൊഴുകുന്ന ശക്തി വിശ്വാസത്തിൽ മുന്നേറാൻ ഓരോ വിശ്വാസികളെയും സഹായിക്കട്ടെ. ദൈവരാജ്യം വളരട്ടെ.